നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ശക്തമായ വിൽപ്പന സമ്മർദ്ദം നിൽക്കുന്നതിനാൽ മാർക്കറ്റിന് മുകളിലേക്ക് പോകാനാവാതെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നും കണ്ടത്. മുൻപ് പറഞ്ഞതുപോലെ പല ഘടകങ്ങളും അനുകൂലമാണെങ്കിലും വിദേശ നിക്ഷേപകരുടെ പ്രയോറിറ്റി സെല്ലിംഗ് സൈഡിലായതുകൊണ്ട് തന്നെ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റാതെ മാർക്കറ്റിന് അതിവേഗം മുകളിലേക്ക് കയറുക സാധ്യമല്ല. എന്തായാലും അടുത്ത ആഴ്ചയെങ്കിലും പതിയെ പതിയെ മാർക്കറ്റ് മുകളിലേക്ക് കയറി തുടങ്ങും എന്നാണ് നിക്ഷേപകരുടെയും ട്രേഡേഴ്സിൻ്റെയും വിശ്വാസം. ഇന്ന് 26,200 പുട്ട്, നിഫ്റ്റിയുടെ 26,200 പുട്ട്, അതിൻ്റെ ലെവലുകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളവർക്ക് വളരെ നല്ല ഒരു ട്രേഡിംഗ് അവസരം ലഭിക്കുകയുണ്ടായി. കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുക, എന്നിട്ട് ഞാൻ ഈ പറയുന്ന ഡാറ്റയുമായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 9:25 കാലത്ത് 9:25 225 നിന്ന് 250 വരെയും പിന്നീട് അത് 279 വരെയും പോവുകയുണ്ടായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 225 നിന്ന് 250 വരെ എന്ന് പറയുമ്പോൾ 250 നമ്മളുടെ ഒരു ലെവലായിരുന്നു. പിന്നീട് അത് 279 വരെ പോയി. അപ്പോൾ നിഫ്റ്റി ഓപ്ഷൻസിനെ കുറിച്ച് അറിയാവുന്നവർക്ക് എത്രയാണ് അതിൻ്റെ പ്രോഫിറ്റ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ അത് കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയുന്നില്ല. വീണ്ടും 12:25 അതേ സ്ട്രൈക്ക് പ്രൈസ് വിച്ച് മീൻസ് 26,200 256 നിന്ന് 279 വരെ വീണ്ടും ഒരു തവണ കൂടി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചുരുക്കി പറഞ്ഞാൽ പുട്ട് സൈഡിൽ വളരെ നല്ലൊരു എൻട്രി ഇന്ന് ലഭിച്ചിരുന്നു എന്നർത്ഥം. ഇനി നാളത്തെ നിഫ്റ്റിയുടെയും കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും ലെവലുകൾ നോക്കാം. അതായത് ഡിസംബർ 4 അന്ന് 4-ാം തീയതി നടക്കാൻ പോകുന്ന ട്രേഡിന് വേണ്ടിയിട്ടുള്ള നിഫ്റ്റിയുടെയും കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും ലെവലുകൾ. അതിനു മുൻപ് ഒരു ഡിസ്ക്ലെയിമർ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല. ഇവിടെ പറയാൻ പോകുന്ന ഡിസ്കസ് ചെയ്യുന്ന ലെവലുകൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. അത് വ്യക്തിപരമായിട്ട് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. പഠിക്കുക, മനസ്സിലാക്കുക. ആ ലെവലുകളിൽ നടക്കുന്ന പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ട്രേഡ് എടുക്കേണ്ടത്. ആ ട്രേഡ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഭനഷ്ടങ്ങൾക്കും ഞാൻ ഉത്തരവാദിയായിരിക്കുന്നതല്ല. നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ അറിയില്ലെങ്കിൽ ട്രേഡ് എടുക്കാതെ മാറി നിൽക്കുക. നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ ട്രേഡിങ്ങിലേക്ക് കടക്കാവൂ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നാളത്തേക്കുള്ള നിഫ്റ്റി ലെവലുകൾ 25,768, 25,892, 25,975, 26,056, 26,139, 26,219. 25,800 കോള് 214, 273, 319, 366, 409. 25,900 കോള് 149, 203, 245, 290, 334. നിഫ്റ്റിയും കോൾ ഓപ്ഷൻസും പറഞ്ഞു കഴിഞ്ഞു. നമ്മളിന്ന് പറയുന്ന എല്ലാ ലെവലുകളും പ്രസൻറ്റ് വീക്ക്ലി കോൺട്രാക്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇനി പുട്ട് ഓപ്ഷനിൽ 26,200 പുട്ട് 81,
120, 182, 233, 270, 311. 26 300 പുട്ട്, 147, 238, 323, 388. എന്നത്തെയും പോലെ നിഫ്റ്റിയുടെയും 2 കോൾ ഓപ്ഷൻ്റെയും 2 പുട്ട് ഓപ്ഷൻ്റെയും ലെവലുകളാണ് തന്നത്. ഈ ലെവലുകൾ സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസുമായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് നാം കാണുന്നത്. തികച്ചും വ്യക്തിപരമായ എൻ്റെ വിലയിരുത്തലാണ്. തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടേതായ പഠനങ്ങൾ നടത്തിയതിന് ശേഷം മാത്രം ട്രേഡിലേക്ക് ഇറങ്ങുക. തീർച്ചയായും വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉള്ളത്, സാധിക്കുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് പൂർണ്ണമായിട്ടും കാണുക, മനസ്സിലാക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വിജയം നിറഞ്ഞ ലാഭമുള്ള ഒരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.